പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഞാൻ ഒറ്റപ്പെടുന്നൊരവസ്ഥയിലാണ്, ഒറ്റപ്പെടൽ ഞാൻ അനുഭവിക്കുന്നു, എന്നെ കേൾക്കാൻ ആരുമില്ല, ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കാൻ ആരുമില്ല. ഇത് പറയുന്നത് ശരിക്കും അനാഥരായ ഒരു വ്യക്തിയായിരിക്കില്ല. ചുറ്റിലും എല്ലാവരും ഉണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്. എന്നിട്ടും ഒറ്റപ്പെടുന്നത് പോലുള്ള അവസ്ഥ. ശരിക്കും ആ അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയല്ലേ? നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ വരുന്നു, മരിക്കുമ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. എന്നിട്ടും നമ്മളെല്ലാവരും ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാന്തനിപ്പിക്കാൻ ഒരാൾ, അല്ലെങ്കിൽ പ്രയാസങ്ങൾ പറയാനോ മനസ്സിലാക്കാനോ ഒരാൾ, മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് പലർക്കും ഒറ്റപ്പെടുക എന്നുള്ള തോന്നൽ വരുന്നത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങണം. കാരണം നമ്മുടെ ഉള്ളിലൊക്കെ ഒരു നമ്മളുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന നമ്മളുടെ ഇന്നർ പവർ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, ഒരു സ്പിരിറ്റ്. ആ സ്പിരിറ്റിനോട് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഉറപ്പായും ഈ ഒറ്റപ്പെടലിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. അതെങ്ങനെയാണ് എന്നായിരിക്കും. സ്വയം അഭിമാനിക്കുക, സ്വയം സ്നേഹിക്കുക, സ്വയം റെസ്പെക്റ്റ് ചെയ്യുക, സ്വയം നമ്മളോട് തന്നെ ക്ഷമ ചോദിക്കുക. ഈ ഭൂമിയിലേക്ക് വരാനും കഴിഞ്ഞതിന്, ഇതെല്ലാം നമുക്ക് ബന്ധുക്കളെ തന്നതിന്, അച്ഛനമ്മമാരെ തന്നതിന് എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട്, ഈ ജീവിതം തന്നെ തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. സ്വയം സ്നേഹിച്ചുകൊണ്ട്, സ്വയം മനസ്സിലാക്കിക്കൊണ്ട്, സ്വയം അംഗീകരിച്ചുകൊണ്ട്, എല്ലാത്തിനും സ്വയം അപ്രീഷിയേഷൻ കൊടുത്തുകൊണ്ട്, യു ആർ ബ്ലെസ്ഡ്, യു ആർ ദ ഗ്രേറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം തുടങ്ങി നോക്കൂ. എന്നും നിങ്ങളിത് ചെയ്യുമ്പോൾ ഈ ഒറ്റപ്പെടുന്നുള്ള വേദന നിങ്ങളെ പതിയെ വിട്ട് പോകാൻ തുടങ്ങും. ഈ ലോകത്ത് നമുക്ക് വേണ്ടപ്പെട്ടത് നമ്മൾ തന്നെയാണ് എന്നുള്ള വാസ്തവം എല്ലാവരും മനസ്സിലാക്കി.